വെൽക്കം ടു എസ്തെറ്റിക് ലൈഫ്. ഇന്നും നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പേര് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? സന്ധ്യ വിക്രം, അനിഷ കരുൺ. അപ്പോൾ ഇന്നും ചെയ്യാൻ പോകുന്നത് പാചകമൊന്നുമല്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുഖത്ത് ഒരുപാട് രോമങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലേ? ഉണ്ടാവാറുണ്ട്, എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലേഡീസിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണിത്. ലേഡീസിന് എപ്പോഴും രോമങ്ങൾ വരാറുണ്ട്. അപ്പൊ അവർക്ക് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയി ശരിക്കും പണ്ടുകാലം മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അതൊക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. കാരണം ഈ വാക്സ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്യുക, ചില പേര് ബ്ലീച്ച് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഇവിടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ ഇവിടെ കുരുക്കൾ വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പം ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അളവ്. അതാ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിന്റെ അളവ് മാറിപ്പോയാൽ എല്ലാം പോയി. അതെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് ആ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കണം അല്ലെ? ഈ ഒരു അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു പരുവം കിട്ടത്തില്ല. ആ ഒട്ടല് പരുവം കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ പഞ്ചസാരയാണ് വേണ്ടത്, വെള്ളമാണ്. അപ്പൊ എടുത്ത് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം പഞ്ചസാര എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്നതാണ്, വെള്ളം എല്ലാവരുടെയും വീട്ടിൽ കിട്ടും. അതുപോലെ തന്നെ എണ്ണ അല്ലെ? വെളിച്ചെണ്ണയും എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. പാർലറൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഹോട്ട് വാക്സ് എന്ന് പറഞ്ഞിട്ട്. വാക്സിങ് എന്ന് പറഞ്ഞാൽ തന്നെ ആകപ്പാട് അറിയാന്നുള്ള പണ്ടുണ്ടായിരുന്ന ഒരേ ഒരു സാധനം ഇതായിരുന്നു. അതും ഈ പാർലറുകാരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കാറായിരുന്നു പതിവ്. ഓക്കെ, അങ്ങനെ അതിന്റെ കൂടെ തന്നെ നമുക്ക് നാരങ്ങയുണ്ട്. അപ്പൊ നാരങ്ങയുണ്ട്, പിന്നെ ചെറിയൊരു കോട്ടൺ തുണിയും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ക്ലോത്ത് ആണ്. നമുക്കിങ്ങനെ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ തുണിയിൽ ഒഴിച്ചിട്ട് ഒരിങ്ങനെ കെട്ടി ഒരു കിഴിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ട് ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫേസ് വാക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം അല്ലേ? നമുക്ക് ഈ ബൗളിൽ തന്നെ അളവ് വേണമല്ലോ. ഓക്കെ, അതായത് ഈ പഞ്ചസാരയുടെ അതേ അളവിന് അതിൻ്റെ അകത്തോട്ട് അതേ ബൗള് തന്നെ, അതേ ബൗളില് പഞ്ചസാര. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ലെമണും കൂടെ ആഡ് ചെയ്താൽ മതി. കട്ടിയാവണം. ഇനി ആ നാരങ്ങ ഒന്ന് മുറിച്ചെടുത്ത്. എത്ര വേണം? ഹാഫ് ആണോ? ഇല്ലല്ല, മുഴുവൻ ഒഴിക്കാം. ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ഒഴിച്ചു. മൊത്തം വേണം അല്ലേ? മൊത്തം ഒഴിച്ച്. ഇതിന്റെ ഷെയ്ഡ് അങ്ങനെ എന്തെങ്കിലും മാറി വരണം? അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും, ഒരു യെല്ലോ, ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. കാരണം പഞ്ചസാര കളർ മാറുന്നതാണ്. നല്ല ഇങ്ങനെ ഒട്ടൽ വരുവാവണം. നമ്മൾ ഹലുവയൊക്കെ ചെയ്യാൻ നേരം അതുപോലെ ആവണം. അത് കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും കട്ടിയായിട്ട് വരും. നമുക്ക് അല്ലാതെ എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര പാനിയാക്കി നമ്മൾ സൂക്ഷിക്കാറില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോഴും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്, പൊട്ടിത്തെറിക്കും. അപ്പം അങ്ങനെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതിന്റെ കഴിഞ്ഞു. ഇനി നന്നായിട്ട് അതിനെ ഒന്ന് വറ്റിക്കുക. അതിന് ശേഷം നമ്മുടെ ഓയിൽ എത്ര വേണം ചേച്ചി? ഒരു അടപ്പ് അങ്ങനെ മതി. അധികം അങ്ങോട്ട് കയ്യിലൊന്നും ഒട്ടാതിരിക്കാനും പിന്നെ നല്ല നറിഷ്മെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് സ്കിന്നിന് വേറെ പ്രശ്നങ്ങൾ വരുമെന്നോ ഒന്നുമില്ല. അപ്പൊ ഒരു ബ്രൗൺ ഗോൾഡൻ റെഡ് ഷെയ്ഡ് നമ്മൾ തണുപ്പിച്ച് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. യെല്ലോ ആണോ റെഡ് ആണോ? അത്യാവശ്യം തണുത്തിട്ടുണ്ടല്ലേ? തൊടുന്നില്ല, എന്നാലും ചൂടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പഞ്ചസാര അല്ലേ? പഞ്ചസാര ലായനി എന്ന് പറയുന്നത് നല്ല ചൂടൊക്കെ ആയിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇതിൽ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് ഓയിൽ അല്ലേ? ലേശം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനെ മിക്സ് ചെയ്യാം.
ഈ അടിക്ക് പിടിക്കാതിരിക്കാനാണോ ഈ ഓയിൽ ഒഴിച്ചത്? അല്ലല്ല, ഇത് ഒന്നാമത്തെ കാര്യം ഇതിൽ നിന്ന് വിട്ട് വരണം. പിന്നെ നമുക്ക് കയ്യിലെടുക്കുമ്പം നറിഷ്മെന്റ് വേണം, ഇല്ലെങ്കിൽ ഇതിലിങ്ങനെ ഒട്ടിയിരിക്കും. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. ഇനി ഇല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് പിന്നെ സ്ട്രിപ്സ് വെച്ചിട്ട് വാക്സിന്റെ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കട്ടിയായി തുടങ്ങി അല്ലേ? ഇനി ഇതിനകത്തോട്ട് അതൊഴിക്കും. അതൊഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് അത് വെച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ഇച്ചിരി വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ചെയ്യുക. ഇങ്ങോട്ടാണ് ഹെയർ എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കട്ടിയായി, അപ്പോൾ പെട്ടെന്ന് ഒഴിക്കാം. പെട്ടെന്ന് കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടല്ലേ? ഇത് ഒറ്റയായിട്ട് എടുക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തിന്നായി പോകും. എന്നാൽ ഒത്തിരി കട്ടിയുള്ള ക്ലോത്ത് യൂസ് ചെയ്യാനും പാടില്ല. കാരണം ഈ സംഭവം പുറത്തോട്ട് വരണമല്ലോ, നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ടച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, കണ്ടോ? പെട്ടെന്ന് ഒഴിച്ചു. നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കും. അതാണ് നമ്മുടെ ആവശ്യം. സ്റ്റിക്കി ആയിട്ട് വരിക എന്നുള്ളതാണ് ആവശ്യം. ചൂടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം എടുക്കാവൂ. അത്യാവശ്യം ചൂടുണ്ട്. സോ നമ്മുടെ വാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ പറ്റുമോ? ഇല്ല, ഇത് നമുക്ക് ഫേസിന് ചെയ്യുന്നതല്ലേ. ചെറിയ ചൂട് വേണം. ചൂടോടുകൂടി ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ടിയായി പോവും. ഇതാ ക്ലോത്ത് അവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കിഴി പോലെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റും. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് വെച്ചിട്ട് ഇങ്ങനെ തേക്കുക, സ്ട്രിപ്പ് വെച്ചിട്ട് ഇളക്കുക. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ കയ്യിലാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പഞ്ചസാര, കുറച്ചുകൂടെ അങ്ങനെ കുറേ ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ലെമൺ യൂസ് ചെയ്തതും ഓയിൽ യൂസ് ചെയ്തതും. കാരണം ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നമുക്ക് ഒത്തിരി വേണ്ടല്ലോ. ഫേസിലുള്ള ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കും. അതിന് ആവശ്യമുള്ള ഒട്ടൽ മാത്രം മതി. അപ്പോൾ ഈ അളവ് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രൈഡ്സിനൊക്കെ അറിയാം, ഫേസിൽ ഒത്തിരി ഹെയർ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പോയി വാക്സിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ ഇങ്ങനെ കുത്തായിട്ടൊക്കെ വരും. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വരാറില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് വാക്സ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ആക്കി ചെയ്യുക. അതിന് കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ? എന്നിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. ഒരു പ്ലാസ്റ്റിക്കോ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ടിന്ന് പോലുള്ള എന്തെങ്കിലും, മറ്റേ അയണിൻ്റെ ടിന്നുണ്ടല്ലോ സാധാരണ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒഴിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗള് അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങനെ ഇറക്കി ആ ഡബിൾ ബോയിലിംഗ്, അതായത് ചൂടുവെള്ളത്തിനകത്ത് ഇറക്കി വെക്കുമ്പോൾ പഴയ സ്ഥിതിയിലോട്ടാവും. എന്നിട്ട് ഇതേപോലെ കിഴികെട്ടുക, യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഫേസ് വാക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മുടെ കയ്യിലൊന്നും ഇത് അപ്ലൈ ചെയ്താൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ചെയ്ത് കാണിക്കാത്തത് രണ്ടുപേരും നല്ലതായിട്ട് മേക്കപ്പ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. വേറെ സൈഡ് എഫക്ട്സോ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം. ഏത് നമുക്ക് പാത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.